السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله وحده، والصلاة والسلام على من لا نبي بعده. ബഹുമാന്യരെ, റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഉപദേശവും നമുക്ക് സന്മാർഗമാണ്. യഥാർത്ഥ സന്മാർഗത്തിലേക്കുള്ള വഴി നടത്തലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. അത് ബാഹ്യമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഉപദേശമായിരുന്നാലും ആത്മീയമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളായിരുന്നാലും ഏത് കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാർഗദർശിയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഖൗല് കൊണ്ടും സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സമ്പൂർണമായ ആ ഒരു യഥാർത്ഥ ജീവിതം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തിയാണ്. മനുഷ്യന്റെ ഹൃദയം വളരെ അത്ഭുതകരമായ ഒരു സ്ഥലമാണ്, അതൊരു സ്ഥാനമാണ്, അതൊരു ലോകമാണ്. മുഴുവൻ പ്രവാചകന്മാരും പരിശ്രമിച്ചത് മനുഷ്യന്റെ ഹൃദയത്തിലാണ്. മനുഷ്യന്റെ ഹൃദയം നന്നായാൽ അവൻ്റെ ബാഹ്യമായ അവയവങ്ങളിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നന്നായിരിക്കും. മനുഷ്യന്റെ ഹൃദയം നന്നായാൽ അവൻ്റെ ചിന്ത നന്നാവും. ആ ചിന്തകളിലൂടെ അവൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നന്നാവും. വ്യക്തി നന്നാവും, കുടുംബം നന്നാവും, നാട് നന്നാവും, രാജ്യം നന്നാവും, ലോകം മുഴുവനും നന്നാവും. ഇനി അതിന് വിപരീതമാണെങ്കിൽ, ഹൃദയം മോശമായി, ഹൃദയം ഒരുപാട് ആത്മീയമായ രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഹൃദയത്തിൽ കുഫർ, ശിർക്ക്, അഹങ്കാരം, അസൂയ, കോപം, അങ്ങനെ ഒരുപാട് പല രീതിയിലുള്ള വൃത്തികേടുകൾ, പല രീതിയിലുള്ള മാലിന്യങ്ങൾ കൊണ്ട് ഹൃദയം കറുത്തുപോയിരിക്കുകയാണെങ്കിൽ അവൻ്റെ ചിന്തയും അത് കാരണത്താൽ പുറത്തു വരുന്ന പ്രവർത്തനങ്ങളും ബാഹ്യമായ പ്രവൃത്തികളുമെല്ലാം ഇരുണ്ടതായിരിക്കും, മോശമായിരിക്കും. അങ്ങനെ ആ വ്യക്തി മോശമായി, ആ വ്യക്തി കാരണം കുടുംബം, പ്രദേശം, നാട്, രാജ്യം, ലോകം മുഴുവനും പ്രശ്നങ്ങളായി മാറി. ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യം അതാണ്. അതുകൊണ്ടാണ് ബഹുമാന്യരായ പ്രവാചകന്മാർ അവരുടെ മുഴുവൻ പരിശ്രമത്തിൻ്റെയും യഥാർത്ഥ കേന്ദ്രം അത് മനുഷ്യന്റെ കൽബാണ്. കൽബിനെ കൽബ് എന്നതിനാണ് പറയുന്നത്. അതിനെ മാറ്റിമറിക്കാം. കൽബ്, ഒരു വസ്തുവിനെ നമുക്ക് തല കീഴായി മാറ്റിമറിക്കാൻ കഴിയും, അല്ലേ? അതുപോലെയാണ് കൽബ് എന്ന് പറഞ്ഞാൽ. മാറ്റിമറിക്കപ്പെടുന്ന ഒരു വസ്തു,
തലകീഴായി മാറ്റിമറിക്കപ്പെടുന്ന ഒരു വസ്തു. ഹിദായത്തിലാണെങ്കിൽ നേരെയായിരിക്കും, അതല്ല ളലാലത്തിലാണെങ്കിൽ അത് താഴെയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞു വന്നത്, മുഴുവൻ പ്രവാചകന്മാരുടെയും പരിശ്രമത്തിന്റെ കേന്ദ്രം അത് മനുഷ്യന്റെ ഹൃദയമാണ്. അതുമായി ബന്ധപ്പെട്ട അവന്റെ ആത്മാവാണ്. ഇതിന്റെ പരിശുദ്ധിയാണ് അവന്റെ ബാഹ്യമായ ജീവിതത്തിൽ പ്രകടമാകുന്നത്. അതിനുശേഷം ആദരണീയരായ സ്വഹാബാക്കളായിരുന്നാലും താബിഈങ്ങളായിരുന്നാലും ശേഷം ഈ ഉമ്മത്തിൽ ഒരുപാട് സാലിഹീങ്ങൾ, അള്ളാഹുവിൻ്റെ ഒരുപാട് ഔലിയാക്കൾ കടന്നുപോയിട്ടുണ്ട്. അവരൊക്കെയും വ്യക്തികളുടെ ഹൃദയത്തെ കേന്ദ്രീകരിച്ച്, അവരുടെ ആത്മാവിനെ കേന്ദ്രീകരിച്ചാണ് പരിശ്രമിച്ചത്. കാരണം അവർക്കറിയാം, ഇത് നന്നായാൽ സർവ്വതും നന്നാവും, ഇത് മോശമായാൽ സർവ്വതും മോശമാവും. ബഹുമാനിയരെ, ഇന്നത്തെ ഈ മജ്ലിസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട ഒരു വസിയ്യത്ത്, അതിൻ്റെ ദർസാണ് ഞാൻ ഇന്നത്തെ ഈ മജ്ലിസിൽ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഖൽബുമായി ബന്ധപ്പെട്ടയാണ്, നമ്മുടെ റൂഹുമായി ബന്ധപ്പെട്ടയാണ്. അതിനെ ആ ഒരു ഉപദേശത്തെ നമ്മൾ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. പല കുടുംബ ബന്ധങ്ങളും തകരുന്നതിൽ നിന്നും സുരക്ഷിതമായിരിക്കും. പല രാജ്യങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വ്യക്തി മുതൽ അങ്ങ് അന്താരാഷ്ട്ര ലെവൽ വരെയുള്ള പല വിഷയങ്ങളും പരിഹരിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചെറിയൊരു ഉപദേശത്തെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ. എന്താണ് ഉപദേശം? عن أبي هريرة رضي الله عنه أن رجلا قال للنبي صلى الله عليه وسلم أوصني قال لا تغضب فردد مرارا قال لا تغضب. അതായത് ഒരു വ്യക്തി, അദ്ദേഹം മുഅ്മിനായ വ്യക്തിയാണ്, സഹാബിയാണ്, ഹിദായത്ത് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, നന്നാവണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തിയാണല്ലോ ഉപദേശം ചോദിക്കുന്നത്. അല്ലാത്തൊരു അഹങ്കാരി എന്ത് പറയും? എനിക്കാരുടെയും ഉപദേശം വേണ്ട, ഞാൻ ആത്മീയമായി വളരെ ഉന്നതികളിലെത്തിയൊരു വ്യക്തിയാണ്, എനിക്ക് എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ഉപദേശങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഒരുപാട് അറിവുണ്ട്, അത് വെച്ച് ഞാൻ വഴി നടന്നോളാം എന്നൊരു അഹങ്കാരി വിചാരിക്കും. അപ്പോൾ ആ സഹാബി, മുഅ്മിനായ ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് വസിയ്യത്ത് വേണം, എനിക്ക് അങ്ങയുടെ ഒരു ഉപദേശം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം ലാ തഗ്ദബ്, നീ കോപിക്കരുത് എന്നാണ് പറഞ്ഞത്. നീ കോപിക്കരുത്. ഫറദ്ദദ മിറാറൻ, അസ്ഹാബി വീണ്ടും ഉപദേശം ആവശ്യപ്പെട്ടു. ഇനിയും എനിക്ക് ഉപദേശം വേണം, ഞാൻ അങ്ങയുടെ ഉപദേശം, ഞാൻ ദാഹിക്കുന്നവനാണ്, എനിക്ക് ഉപദേശം വേണം, എനിക്ക് നന്നാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ദബ്, നീ കോപിക്കരുത്. അല്ലാഹു അക്ബർ. വേറൊരു റിവായത്തിൽ വരുന്നുണ്ട്, അദ്ദേഹം ഒരുപാട് ആവശ്യപ്പെട്ടു, ശക്തമായ രീതിയിൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ആവശ്യപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം, കോപം എല്ലാ മോശത്തരത്തിൻ്റെയും അടിവേരാണ്.
സുബ്ഹാനല്ലാഹ്, എത്ര ജാമിഅ ആയ എല്ലാം ഉൾക്കൊള്ളുന്ന സംസാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അല്ലാഹു അക്ബർ. നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ, കോപം, ദേഷ്യം, മനുഷ്യനാണ്, ദേഷ്യം വരും. പല കാരണങ്ങളാൽ ഒരു മനുഷ്യന് കോപമുണ്ടാകും, ദേഷ്യമുണ്ടാകും. അത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ടാണ് മനുഷ്യന് കോപം വരും എന്നതുകൊണ്ടാണ് അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞത്. കോപത്തെ നിയന്ത്രിക്കുന്നവർ, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവർ, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നവർ, ഇവർക്കൊക്കെ വലിയ വലിയ ഉന്നതമായ പ്രതിഫലങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സാമൂഹിക ജീവിയാണ്, വ്യത്യസ്തരായ മനുഷ്യരോടൊപ്പം ജീവിക്കുന്ന ആൾക്കാരാണ്. പല രീതിയിലുള്ള സ്വഭാവക്കാരുണ്ടാകും, പലരിൽ നിന്നും പല രീതിയിലുള്ള പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടും. പക്ഷേ നാം കഴിവിൻ്റെ പരമാവധി ക്ഷമിക്കാനും കോപിക്കാതിരിക്കാനും ക്ഷമയോടുകൂടി കാര്യങ്ങളെ സമീപിക്കാനും നമ്മൾ പരിശ്രമിക്കണം. ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലാണ് മനുഷ്യൻ പരസ്പരം കോപിക്കുന്നു, ദേഷ്യപ്പെടുന്നത്. അതെവിടം വരെയാണ് പോയെത്തുന്നത്? വലിയ വലിയ കൊലപാതകങ്ങളിലേക്ക് പോയെത്തും. എന്നിട്ടോ പിന്നെ ഇരുന്ന് വിഷമിക്കും, വ്യസനിക്കും, ദുഃഖിക്കും. ദുഃഖിച്ചിട്ടുള്ള കാര്യമുണ്ടോ? ഒരു സെക്കൻഡിന്റെ കോപമായിരിക്കും ചിലപ്പോൾ വേറൊരു വ്യക്തിയുടെ ജീവൻ എടുക്കുന്നത്. ആ ഒരു സെക്കൻഡ് കോപത്തിൽ സംഭവിച്ച ആ ഒരു നിമിഷത്തിൽ സംഭവിച്ച കോപം, അത് കാരണത്താൽ ഉണ്ടായ ആ ഒരു പ്രതികരണം എന്താണ്, എവിടെയാണ് കൊണ്ടെത്തിച്ചത് ആ വ്യക്തിയെ? ഒന്നെങ്കിൽ കൊലപാതകം, അതില്ലെങ്കിൽ മറ്റേതെങ്കിലും നാശനഷ്ടങ്ങൾ. ആ മനുഷ്യനെ ചിലപ്പോൾ 20 വർഷം 30 വർഷം അവന് ജയിലിൽ പോകാനുള്ള കാരണമായി മാറുന്നു. അതില്ലെങ്കിൽ അവനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കുന്നു. ഒരു നിമിഷത്തെ ദേഷ്യം, അതിനെ ഒന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ജീവിതം നന്നായേനെ, സുഖകരമായേനെ, സന്തോഷം വന്നേനെ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊരു ലോകത്ത് നടക്കുന്ന സംഭവമാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നം നടക്കാറുണ്ട്. സംസാരങ്ങളിലൂടെ ഒക്കെ അങ്ങോട്ട് തർക്കിക്കാറുണ്ട്. അപ്പൊ ദേഷ്യം വന്ന് ഭർത്താവ് വളരെ കോപത്തോടു കൂടി ദേഷ്യം വന്നു, ദേഷ്യത്തിൽ ഭാര്യയെ അങ്ങ് മൊഴി ചൊല്ലിയതിനു ശേഷം, ത്വലാഖ് കൊടുത്തതിന് ശേഷം തലചൊറിയുകയാണ്, വിഷമിക്കണം. അല്ലാഹ്, ഇനി ഞാൻ എന്ത് ചെയ്യും? പിന്നെ എല്ലാ പണ്ഡിതന്മാരെടുത്തും ഓടി നടക്കുകയാണ് ഞാൻ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. അപ്പൊ ആ ദേഷ്യത്തെ ഒന്ന് നിയന്ത്രിച്ചാൽ ജീവിതം സ്വർഗീയമായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കോപം വരാറുണ്ടായിരുന്നു. പക്ഷെ അത് ഭൗതികമായ കാര്യങ്ങളുടെ പേരിലല്ല നബിക്ക് വരുന്ന ദേഷ്യം. അള്ളാഹുവിന്റെ ഹുദൂദ്, അള്ളാഹുവിന്റെ നിയമം ലംഘിക്കപ്പെടുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുമക്കുമായിരുന്നു. അത് സഹാബാക്കൾ തിരിച്ചറിയുമായിരുന്നു. പക്ഷെ നമുക്ക് തിരിച്ചാണ്. നമ്മുടെ മുമ്പിൽ നമ്മുടെ സന്താനങ്ങൾ നമസ്കരിക്കാതിരുന്നാൽ, അതില്ലെങ്കിൽ ദീനിയായ കാര്യങ്ങളിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട അവൻ്റെ കൽപ്പനകളിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ മക്കളായിരുന്നാലും, ഭാര്യ, ഭർത്താവ്, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അവരൊക്കെയും ഈ പറഞ്ഞ പോലെ ഭൗതികമായ കാര്യങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു കുറവുകൾ സംഭവിച്ചാൽ രക്തം തിളയ്ക്കും, അതിന് പ്രതികരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ നിയമങ്ങൾ നമ്മുടെ മുമ്പിൽ ചവിട്ടി മെരിക്കപ്പെട്ടാലും, അള്ളാഹുവിന്റെ നിയമങ്ങൾ പച്ചയായി ലംഘിക്കപ്പെട്ടാലും നമുക്ക് ദേഷ്യം വരാറില്ല, കോപം വരാറില്ല. അവിടെ നമ്മൾ പറയും ഉപദേശിക്കണം, മയമായിട്ട് സംസാരിക്കണം. പക്ഷെ നമ്മുടെ ദുനിയാവിനുള്ള പ്രശ്നം പറ്റുന്ന കാര്യമാണെങ്കിലോ നമ്മൾ പൊട്ടിത്തെറിക്കുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അല്ലായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ വിഷയത്തിലായിരുന്നാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശത്തിന്റെ മാർഗമാണ് സ്വീകരിച്ചിരുന്നത്. മറ്റു ചില സന്ദർഭങ്ങളിൽ കോപിക്കേണ്ട സന്ദർഭങ്ങളിൽ കോപിച്ചിട്ടുമുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിക്കുമ്പോൾ നമ്മുടെ നാവ് നിയന്ത്രണമില്ലാതെ ചലിക്കത്തില്ലായിരുന്നു. ചീത്ത വിളിക്കുക, വേണ്ടാത്തതൊക്കെ പറയുക ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കോപത്തോടുള്ള സംസാരം പോലും മാന്യമായ സംസാരമായിരുന്നു. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു മാർഗത്തെയാണ് സഹോദരങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. കോപം വന്നാൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പഠിക്കണം. ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ വേണ്ടി പഠിക്കണം. അത് വലിയൊരു പരിശീലനമാണ് സഹോദരങ്ങൾ. പലപ്പോഴും ദേഷ്യം വരുന്നത് അഹങ്കാരത്തിന്റെ പേരിലായിരിക്കും. ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള ചിന്ത. അപ്പൊ മറ്റുള്ളവരിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മോശമായ അനുഭവങ്ങൾ, നമ്മുടെ ആ ഒരു സ്റ്റാറ്റസ്, ഞാൻ എന്തോ ആണെന്ന പേരിൽ ഞാൻ ആരാണെന്ന് അവൻ അറിയത്തില്ലേ, എൻ്റെ മഹത്വം അറിയത്തില്ലേ, ഞാൻ എങ്ങനെയുള്ളവരാണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള ചിലർക്ക് ദേഷ്യം വരുന്നത്. അത് അഹങ്കാരത്തിൽ വരുന്ന ദേഷ്യം. അപ്പൊ കോപത്തെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കണം. അത് വലിയ ഒരു കാര്യമാണ്. ദേഷ്യത്തെ നിയന്ത്രിക്കുക അത് പരിശീലിക്കേണ്ട കാര്യമാണ്. മനുഷ്യന്റെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ, ദേഷ്യം അതികഠിനമായി കഴിഞ്ഞാൽ, ദേഷ്യം വന്ന് അവൻ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യം ചില സമയങ്ങളിൽ കോപം കാരണം ഉണ്ടായെന്ന് വന്നേക്കാം. ആ സമയത്ത് മനുഷ്യൻ ഒരു മദ്യപിച്ചവനെ പോലെ ആയിരിക്കും. വായി വരുന്നതൊക്കെ വിളിച്ചു പറയുക, വളരെ മോശമായി. അവൻ വളരെ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി വളരെയേറെ താഴ്ന്ന അവസ്ഥയിലേക്ക് പോവുക. കോപമെല്ലാം പോയി കഴിയുമ്പോൾ അവന് തന്നെ അറിയത്തില്ലായിരിക്കും ഞാൻ എന്താണ് ഈ പറഞ്ഞതെന്ന്. അവൻ ആ ദേഷ്യ സമയത്ത് പലതും പറഞ്ഞു കാണും, പല വൃത്തികളും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ജനങ്ങളുടെ മുന്നിൽ അവൻ്റെ പേരും അവൻ്റെ സ്ഥാനവും ആ ഒരു സമയം കൊണ്ട് പോയില്ലേ സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോപിക്കരുത് എന്ന ഉപദേശം മാത്രമല്ല ഉമ്മത്തിന് നൽകിയത്, പകരം അത് നിയന്ത്രിക്കാനുള്ള വഴിയും ദേഷ്യത്തെ തണുപ്പിക്കാനുള്ള മാർഗവും കൂടെ ഉമ്മത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുക. ദേഷ്യം വന്നാൽ ഒരു റിവായത്തിൽ വരുന്നുണ്ട്, ദേഷ്യം വന്നാൽ വുളൂ ചെയ്യുക എന്ന് വരുന്നുണ്ട്. ദേഷ്യം വന്നാൽ വുളൂ ചെയ്യുക. കാരണം ആ വെള്ളം, വുളൂവിൻ്റെ വെള്ളം ദേഷ്യത്തിൻ്റെ ആ ഒരു കാഠിന്യത്തെ, കോപം അതൊരു അഗ്നിയാണ്, അതൊരു ചൂടാണ്, അതിനെ തണുപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക. ആ ഒരു ഇരുത്തം കാരണം ദേഷ്യം ഇല്ലാതാവുന്നതാണ്. ആ ഒരു ഇരുത്തം നഫ്സിന് റാഹത്ത് നൽകുന്നതും ദേഷ്യത്തെ ഇല്ലാതാക്കുന്നതുമാണ്. ഇനിയോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഏതൊരു സംസാരത്തിൻ്റെ പേരിലാണോ ദേഷ്യം വരുന്നത്, ഏതൊരു കാര്യത്തിൻ്റെ പേരിലാണോ ദേഷ്യം വരുന്നത്, ഏതൊരു സംസാരത്തിൻ്റെ പേരിലാണോ ദേഷ്യം വരുന്നത്, ആ സംസാരം മാറ്റിയിട്ട് അവിടെ ഏതെങ്കിലും നന്മയായ നല്ല സംസാരം കൊണ്ടുവരിക. അതും നമ്മുടെ ദേഷ്യം പോകാനുള്ള പ്രധാനമായ ഒരു കാരണമാണ്. അതുപോലെ ചില സന്ദർഭങ്ങളിൽ സഹോദരങ്ങളെ ഈ കോപം, ഈ ദേഷ്യം, അതായത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ഏൽക്കേണ്ടി വരുന്ന ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതൊക്കെ ഒരു ആസ്മായിഷാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരു പരീക്ഷണമാണ്. നമ്മളെ പരീക്ഷിക്കപ്പെടുകയാണ്. മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ പരീക്ഷിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ ക്ഷമയെ പരിശോധിക്കാൻ, നമ്മൾ ക്ഷമിക്കുന്നുണ്ടോ, ദേഷ്യം എന്ന ആ ഒരു മോശമായ അവസ്ഥ നമ്മളിലേക്ക് വന്നാൽ ക്ഷമ കൈക്കൊള്ളുന്നുണ്ടോ എന്നൊക്കെ അള്ളാഹു പരിശോധിക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ പരിശോധിക്കപ്പെടും. അപ്പൊ നമ്മൾ അവിടെ അള്ളാഹുവിന്റെ കൽപ്പന വൽകാദിമീനൽ ഗൈദ്, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ലാ തഗ്ബബ്, ഇപ്രകാരമുള്ള കോപിക്കരുത് എന്നുള്ള ഖുർആനിന്റെ ആയത്ത്, ഹദീസുകൾ, ക്ഷമ കൈക്കൊള്ളുന്ന വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നൽകപ്പെടുന്ന സ്ഥാനങ്ങൾ, അതൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വരികയും നമ്മൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു റിവായത്തിൽ വരുന്നുണ്ട്, അതായത് ക്ഷമ കൈക്കൊള്ളുന്ന വ്യക്തി,
കോപം വന്നാൽ ക്ഷമിക്കുന്ന വ്യക്തി നാളെ മുഴുവൻ മഖ്ലൂക്കുകളുടെ മുമ്പിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിളിക്കുന്നതാണ്. എല്ലാവരുടെ മുമ്പിൽ പേരെടുത്ത് വിളിച്ച് അവനെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതാണ്. എത്ര വലിയ സ്ഥാനമാണ് ക്ഷമ എന്ന ആ ഒരു സിഫത്ത്, ആ ഒരു ഗുണത്തിന് ലഭിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദേഷ്യം, കോപം എന്ന ആ ഒരു ഗുണത്തെ പരിഹരിച്ച് ക്ഷമ എന്ന ആ ഒരു ഉന്നതമായ ഒരു സിഫത്ത്, ആ ഒരു ഗുണം നമ്മളിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പരിശ്രമിക്കണം. നമ്മുടെ ഹൃദയവും നമ്മുടെ ആത്മാവും അത് കാരണം ശുദ്ധീകരിക്കപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ തജല്ലി, അവൻ്റെ ഭാഗത്തുള്ള അൻവാറാത്ത്, നൂറ്, പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് വർഷിക്കുന്നതാണ്. അള്ളാഹു ഒരു വ്യക്തിക്ക് ക്ഷമിക്കാനുള്ള ഒരു കരുത്ത്, മറ്റുള്ളവരുടെ ഉപദ്രവങ്ങൾ, പ്രയാസങ്ങൾ ക്ഷമിക്കാനുള്ള ഒരു 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 കരുത്ത് അള്ളാഹു നൽകിയാൽ വളരെ വലിയ അനുഗ്രഹമാണ്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചീത്ത വിളിക്കുക, എതിരാളിയെ പിടിച്ച് അടിച്ച് നിലത്തിടുക, അതൊന്നും ശക്തിയുടെ അടയാളമല്ല, അതൊക്കെ ബലഹീനത അടയാളമാണ്. പകരം എതിരാളി എത്ര ദേഷ്യപ്പെടുത്താൻ വേണ്ടി നോക്കിയാലും അപ്പോഴൊക്കെ പുഞ്ചിരിക്കുന്നവൻ, അപ്പോഴേക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവൻ, തന്നിലേക്ക് ആളിക്കത്തുന്ന ദേഷ്യത്തെ അടക്കി വെക്കുന്നവൻ, എന്നിട്ട് മര്യാദയ്ക്ക് സംസാരിക്കുന്നവൻ, അവൻ അള്ളാഹുൽ സത്യം, അവനാണ് ശക്തിയുള്ളവൻ. അല്ലാതെ ഇടിക്കാനും അടിക്കാനും ചെയ്ത് വിളിക്കാനും എല്ലാവർക്കും പറ്റും. ഇത് പ്രയാസമുള്ള കാര്യമാണ്. ഇപ്പോൾ വായിച്ച ഹദീസ്, ആ സഹാബിയുടെ ഉപദേശം, ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഉപദേശം ആവശ്യപ്പെടുന്നു. നബി തങ്ങൾ കൊടുക്കുന്ന ഉപദേശം, ലാ തഗ്ദബ്, നീ ദേഷ്യപ്പെടരുത്, കോപിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉപദേശം, ആ ഒരു ഹദീസ് നമുക്ക് വലിയ മാർഗദർശനമാണ്. ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കാൻ സഹാബാക്കൾ വളരെയേറെ താല്പര്യം ഉള്ളവരായിരുന്നു. അതുകൊണ്ട് നമ്മൾ മുതിർന്നവരുടെ ഉപദേശം, ഉലമാക്കളുടെ ഉപദേശം, മശായിഖീങ്ങളുടെ ഉപദേശം, അതൊക്കെ സ്വീകരിക്കാൻ വളരെയേറെ താല്പര്യവും ആഗ്രഹമുള്ളവരായിരിക്കണം. ഇതാണ് ഈ ഹദീസിൻ്റെ ഒരു പ്രയോജനം. ഈ ഹദീസിൽ വന്നിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. രണ്ടാമത്തെ വിഷയം, കോപത്തെപ്പറ്റി, കോപത്തിൻ്റെ മോശത്തരത്തെപ്പറ്റി, കോപത്തെപ്പറ്റി, കോപം നല്ലതല്ല എന്നൊരു പാഠമാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. മൂന്നാമതായി ഈ ഹദീസ് നൽകുന്ന പാഠം, ഉപദേശിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട ഉപദേശമാണെങ്കിൽ അതിനെ 2 or 3 പ്രാവശ്യം ആവർത്തിക്കുക എന്നത് വളരെ നല്ല കാര്യമാണ്. അത് കാരണത്താൽ കേൾക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ആ ഉപദേശം പ്രവേശിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.